സാർ, ഗാർഗയ്ക്ക് ഇപ്പോൾ RSSനെ അങ്ങ് നിരോധിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ഗാർഗയ്ക്ക് ഒരു സമാധാനം ഇല്ല. എന്താ RSS ഗാർഗയുടെ തലയ്ക്ക് മുകളിൽ കയറി ഇരിക്കുന്നത് പോലെ ഒരു വല്ലാത്ത ഭാരമാണ് ഗാർഗയ്ക്ക്. അപ്പോൾ അമിത്ഷാ ഇപ്പം മറുപടി കൊടുത്തിട്ടുണ്ട്. നിന്റെ ഉദ്ദേശമൊക്കെ മനസ്സിലാവുന്നുണ്ട്, അതൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട, അതൊക്കെ കയ്യിൽ പൂട്ടി കെട്ടി വെച്ചാൽ മതി, അത് കൂടുതൽ കളിച്ചാൽ വിവരം അറിയും എന്നുള്ളതാണ് അമിത്ഷാ പറയുന്നത്. എന്താണ് ഗാർഗയ്ക്ക് പെട്ടെന്ന് അങ്ങ് RSSനെ അങ്ങ് നിരോധിച്ച് കളയണം എന്നുള്ള ഗാർഗയുടെ ഈ ഒരു വല്ലാത്ത അസ്വസ്ഥതയുടെ കാരണം എന്താണ്? തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ? അതിൽ കുതിരോട്ടം പപ്പു ഉണ്ടല്ലോ. കുതിരോട്ടം പപ്പു മോഹൻലാലുമായിട്ട് ആദ്യം കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗുണ്ട്, വിളിക്കടാ ടാസ്കി. അതിങ്ങനെ മദ്യപിച്ച് ഇങ്ങനെ ഉറങ്ങുന്നതിടെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ആ ഒരു ഒബ്സഷനാണ് പുള്ളിക്ക്, വിളിക്കടാ ടാസ്കി, വിളിക്കടാ ടാസ്കി. ഇത്രയേ ഉള്ളൂ മല്ലികാർജുൻ ഖാർഗെ. അവിടെ കടന്ന് വിളിക്കുകയാണ്. തലയ്ക്ക് ലെവൽ കെട്ടുപോയിന്നേ. RSSനെ നിരോധിക്കണം അതിൻ്റെ 100ാം വാർഷികത്തിൽ. എന്ത് കാരണമാണ്? എന്തെങ്കിലും കാരണമുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിരോധിക്കണം RSSനെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. എന്തിനാ? ഇവിടെ ശക്തി പ്രാപിച്ചു വരുന്ന ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ലോബിയുണ്ട്. കേരളത്തിൽ മാത്രമല്ല, കർണാടകത്തിൽ മാത്രമല്ല, ഇന്ത്യ മുഴുവൻ. ഇന്ത്യയെ ശിഥിലമാക്കാൻ വേണ്ടി ഡൽഹി റൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓർക്കുന്നുണ്ടോ? ചെങ്കോട്ടയിൽ അവിടെ പോയിട്ട് ഇന്ത്യൻ ദേശീയ പതാക മാറ്റിയ ഒരു പ്രക്ഷോഭം, നേപ്പാൾ മോഡലിൽ ഇന്ത്യയിൽ ഭരണമാറ്റം അട്ടിമറി സംഭവിപ്പിക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ചെയ്ത ഒന്നാണെന്ന് ഇപ്പം പുറത്തു വന്നിരിക്കുന്നു. ആ ഒരു ഉദ്ദേശത്തോടു കൂടി അതിന് പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശക്തികൾ നമുക്കിടയിൽ തന്നെയുണ്ട്. നമുക്കറിയാം RSS എങ്ങനെയുണ്ടായി. RSS ഉണ്ടായത് K. ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന മാതൃഭൂമിയുടെ മുൻ റെസിഡൻറ്റ് എഡിറ്റർ. അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക്. അദ്ദേഹം ഒരു BJP കാരനൊന്നുമല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. BJP എതിർക്കുന്ന ആളാണ്. അതായത് മഹാത്മാഗാന്ധി, തീർച്ചയായിട്ടും അദ്ദേഹം മഹാത്മാവ് തന്നെയാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചൂളയിൽ വെച്ചിട്ട് അദ്ദേഹം കണ്ട ഒരു സത്യം, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയിലെ മുസ്ലിം ജനതയിൽ മഹാഭൂരിപക്ഷവും സമരത്തിൽ പങ്കെടുക്കുന്നില്ല. ഏതാനും പേരുണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷേ ഹിന്ദുക്കളെ പോലെ ഒരു മാസ് പാർട്ടിസിപ്പേഷൻ ഈ സഹന സമരത്തിൽ, ഈ അഹിംസയുടെ ഈ പരീക്ഷണശാലയിൽ, അഗ്നിപരീക്ഷയിൽ അവർ പങ്കെടുത്തില്ല. കാരണം ഒരുപക്ഷെ അവരുടെ മതാനുശാസനം അഹിംസയെ അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും പങ്കെടുക്കാത്തത് കൊണ്ട് ഗാന്ധിജി ഒരു പ്രായോഗിക ബുദ്ധി പ്രയോഗിച്ചു. അതായത് കൊടും തീവ്രവാദികളായ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായ അന്നത്തെ ആലി സഹോദരന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത, നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് അറിയുക പോലും ചെയ്യാത്ത, അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ഇൻ്റർനെറ്റ് ഒന്നും അതിവേഗം ഇങ്ങനെ വാർത്തകൾ എത്തിക്കാനില്ലെന്ന് ഓർക്കണം. ഭൂഖണ്ഡാന്തര വാർത്തകൾ അപൂർവമാണ്. നമുക്ക് ചുറ്റുമുള്ള വാർത്തകൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. അതിന് റേഡിയോയിലൂടെയും TV പോലും ഒന്നില്ല. ഒരു കാലഘട്ടം നമ്മൾ അതിനെക്കുറിച്ച് കൂടി ഒന്ന് സങ്കല്പിക്കണം. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അലി സഹോദരന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന് പിന്തുണ കൊടുത്തു. എന്തിനു വേണ്ടിയാ? അവിടെ തുർക്കിയിലെ ഭരണാധികാരികളെ ബ്രിട്ടീഷുകാർ വധിച്ചു. അപ്പോൾ അത് പുനഃസ്ഥാപിക്കണം. അദ്ദേഹത്തിനെ വധിച്ചത് പുനഃസ്ഥാപിക്കാൻ പറ്റില്ല. ആ ഭരണം, ആ മോഡലിലുള്ള ഭരണം വേണമെന്ന് പറഞ്ഞ് ഇംഗ്ലീഷുകാർക്കെതിരെ ഒരു പ്രക്ഷോഭം. അതിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിൽ മാപ്പിളലകളെ ഉണ്ടാക്കിക്കൊണ്ട് ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ പലായനം ചെയ്ത് അതിലേറെ പേരെ കൊന്നു കിണറുകളിൽ തള്ളിയത്. പുഴ മുതൽ പുഴ വരെ എന്നുള്ള സിനിമയിൽ അതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരം നമ്മൾ കാണുന്നുണ്ട്. കുമാരനാശാൻ്റെ കവിതയിലും അത് പറയുന്നുണ്ട്, ദുരവസ്ഥ എന്ന കവിതയിലും. അത്തരം ഒരു തന്ത്രം പ്രയോഗിച്ചത് കൊണ്ടാണ് RSS ഉണ്ടായത്. ഈ ദുരന്തത്തിൽ നിന്നാണ് RSSൻ്റെ പിറവി. എന്ന് പറഞ്ഞാൽ ഈ തീവ്രവാദികളായ മുസ്ലിങ്ങളോട് കൂട്ടുപിടിച്ചുകൊണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് ഈ രാഷ്ട്രം രണ്ടാമായതും. അതിൻ്റെ ഒരു പരിണതഫലമായിരുന്നു വാസ്തവത്തിൽ. അതുവരെ മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്ന ആൾ മിതവാദിയായിട്ടുള്ള ഒരു മുസ്ലിമായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് ഈ അലി സഹോദരന്മാരെ കൂട്ടുപിടിക്കുമ്പോൾ പറഞ്ഞു, ഇവർ തീവ്രവാദികളാണ്, പൊളിറ്റിക്കൽ ഇസ്ലാമുകളാണ്, കൂട്ടുപിടിക്കരുതെന്ന് മഹാത്മാഗാന്ധിയോടും കോൺഗ്രസിനോടും പറഞ്ഞു. അവരത് കേട്ടില്ല. അദ്ദേഹം നേരെ ലണ്ടനിൽ പോയി. തിരിച്ചു വന്നത് മഹാതീവ്രവാദിയായിട്ടുള്ള വിഭജനവാദിയായിട്ടുള്ള ജിന്നയായിട്ടാണ്. അങ്ങനെയാണ് ഈ രാഷ്ട്രം രണ്ടായിട്ട് വിഭജിച്ച് കൊടുത്തു. മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ഹൃദയം മുറിച്ചു കൊടുക്കുന്നത് പോലെ പാകിസ്ഥാൻ മുറിച്ചു കൊടുത്തു. എന്നിട്ട് മടങ്ങുന്നില്ല. ഇന്ത്യയെ ഇനിയും വീണ്ടും വീണ്ടും ബ്ലീഡ് ചെയ്യുകയും അങ്ങനെ കട്ട്ലറ്റ് ഉണ്ടാക്കുകയും അത് വെച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ചില പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുണ്ട് ഇവിടെ.
ഒരു പാർട്ടിയുടെ മാത്രം കാര്യമല്ല. ആ ഇസ്ലാമിസ്റ്റുകളുടെ ലോബിയിൽപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയുമെല്ലാം. അവരെല്ലാം കൂടെ ചേർന്ന് അതിന് വളം വെച്ച് കൊടുക്കുകയാണ്, പോഷകവും ഉണ്ടാക്കി കൊടുക്കുകയാണ്. അന്ന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ആവശ്യമില്ലാതെ നമ്മൾ പിന്തുണ കൊടുത്തതുപോലെ അനാവശ്യമായ ഒരു പിന്തുണ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണ് ഇപ്പോൾ RSSനെ നിരോധിക്കേണ്ടത്? ഒരു കൊലപാതകവും നടത്താതെ അച്ചടക്കത്തോടുകൂടി അവരുടെ ശാഖകൾ നടത്തിക്കൊണ്ട് എല്ലാ എതിർപ്പുകളെയും നേരിട്ടുകൊണ്ട് അവരവരുടെ ശാഖകളുടെ എണ്ണം അനുദിനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സംസ്ഥാനമായി കേരളം മാറി. 100ാം വാർഷികത്തിൽ എല്ലാ വീടുകളിലും കൊടുത്തു. അവരുടെ ലക്ഷ്യം എന്താണെന്ന്? ഇവിടുന്ന് മറ്റു മതക്കാരെ ആട്ടി ഓടിക്കുക എന്നൊരു ലക്ഷ്യമില്ല. ഉന്മൂലന നാശനമെന്ന് പറയുന്നത് പോലെ CPMൻ്റേതായിട്ടുള്ള ഒരു സിദ്ധാന്തവും അവർക്കില്ല. എന്ന് മാത്രമല്ല, നാടിൻ്റെ അഭിമാനമാണ്. അതുകൊണ്ടാണ് നെഹ്റു റിപ്പബ്ലിക് പരേഡിലും അതുപോലെ തന്നെ മഹാത്മാഗാന്ധി അവരുടെ ശാഖയിലും സന്ദർശനം നടത്തിയത്. അവർക്ക് അവരുടെ ഇതുപോലെ അച്ചടക്കമുള്ള ഒരു യുവാക്കളുണ്ടെങ്കിൽ നാളത്തെ ഭാരതത്തിൻ്റെ ഭാവി ഭാസുരമാണ് എന്ന് മഹാത്മാഗാന്ധി ആ ശാഖ കണ്ടിട്ട് പറഞ്ഞു. അങ്ങനെ അച്ചടക്കമുള്ള ദേശസ്നേഹമുള്ള പൗരന്മാരെ സൃഷ്ടിക്കുന്ന ഒരു സംഘടന എന്തിനാണ് വെട്ടിമുറിക്കുന്നത്? കാരണം ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ ഹിഡൻ അജണ്ടയ്ക്ക് അതൊരു തടസ്സമാകാതിരിക്കാൻ വേണ്ടി ഇന്ത്യയുടെ വിശ്വോത്തരമായ 2 പ്രധാനമന്ത്രിമാർ അടൽ ബിഹാരി വാജ്പേയിയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ മോദിയെയും സൃഷ്ടിച്ച ഒരു പ്രസ്ഥാനത്തെ ഇല്ലാതാക്കണമെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം നെഹ്റു കുടുംബത്തിന് ഇസ്ലാമിസ്റ്റുകളുടെ സഹായത്തോടു കൂടി അധികാരം അട്ടിമറിക്കാനുള്ള അവസരം കൊടുക്കാൻ വേണ്ടിയാണ്. നഗ്നമായ വർഗീയതയാണ് കോൺഗ്രസ് കുറേ കാലമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പിന്നാക്കളാണ്, അതിൻ്റെ ജനിത്താണ് ഇപ്പോൾ ഇയാൾ ഈ കുറേ നാളായിട്ട് കോൺഗ്രസിൻ്റെ വെറും കുശിനിക്കാരനായ ഇയാൾ രാഹുൽ ഗാന്ധി പറയുന്നത് ശിരസ്സ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതൃത്വ പാഠവും പോലുമില്ലാത്ത ഈ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പരമപുഷ്ടത്തോടു കൂടി RSS എന്താണെന്ന് ഇതിനോടകം മനസ്സിലാക്കിയിട്ടുള്ള ഇന്ത്യയിലെ നിശബ്ദ മഹാഭൂരിപക്ഷം ഇത് തിരസ്കരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ലെന്ന് മാത്രമല്ല, ഈ വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടക്കുന്ന ബീഹാറിലെ വോട്ടെടുപ്പിൽ ആ തിരസ്കാരം അതിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള രീതിയിൽ കോൺഗ്രസിനെ ബീഹാറിൽ നിന്ന് തള്ളിക്കളയുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ അവിടെ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം. ഈ ഗാർഗെ പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ആ സമയത്താണ് RSS നിരോധിച്ചത്. അത് മോദി മാനിക്കുന്നുണ്ട് എങ്കിൽ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെ മോദി മാനിക്കുന്നുണ്ട് എങ്കിൽ RSSനെ നിരോധിക്കണം എന്നുള്ളതാണ്. അന്നത്തെ സാഹചര്യമല്ല ഇന്ന്. അന്ന് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് RSSന് നിരോധനം വന്നത്. ഇന്ന് ഇതൊക്കെ മാറി നിശബ്ദമായി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി 100 വർഷം തികയ്ക്കുന്ന RSSനെ ഒരു കാരണവുമില്ലാതെ നിരോധിക്കണമെന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നെഹ്റുവിനെയൊക്കെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തിട്ടില്ലേ? മഹാത്മാഗാന്ധിയെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ? ആരെയും അറസ്റ്റ് ചെയ്യാത്ത? അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരെ മുഴുവൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ മഹാത്മാഗാന്ധിയെ കൊന്നതിൻ്റെ വിചാരണ നടക്കുന്നത് സംശയത്തിൻ്റെ പേരിൽ RSSനെ നിരോധിച്ചു എന്നുള്ളതാണ് സത്യം. RSSകാരനെ ആയിരുന്നില്ല നാഥുറാം വിനായകെ ഗോഡ്സെ എന്ന് പിന്നീട് തെളിഞ്ഞു. അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ ഭാഗമായിരുന്നു. ഹിന്ദു മഹാസഭയല്ല RSS, രണ്ടും 2 സംഘടനകളാണ് എന്ന് എനിക്ക് തോന്നുന്നു ഖാർഗെയ്ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന്. അതിൻ്റെ പേരിലാണ് രാഹുൽ ഗാന്ധി പലവട്ടം ഇന്ത്യയിലെ കോടതികളിലെല്ലാം പോയി സാഷ്ടാംഗം നമസ്കരിച്ച് മാപ്പ് പറയേണ്ടി വന്നു. RSS ആണ് മഹാത്മാഗാന്ധിയെ കൊന്നതെന്ന് വിവരമില്ലാത്ത പയ്യൻ പറയാം. പക്ഷേ ഇത്രയും പ്രായമുള്ള ഖാർഗെയ്ക്ക് അതൊരു ഭൂഷണമാണോ? അത് തീർച്ചയായിട്ടും ഭൂഷണമല്ല. RSS അല്ല അതിൻ്റെ പിന്നിലുള്ളത്. RSS അങ്ങനെ ആണെങ്കിൽ RSS ഇന്നുണ്ടാവുകയില്ലായിരുന്നു. സർദാർ പട്ടേൽ തന്നെ നിരോധിച്ച സർദാർ വല്ലഭായ് പട്ടേൽ തന്നെ ആ നിരോധനം പിൻവലിച്ചല്ലോ. ഇന്ദിരാഗാന്ധി നിരോധനം കൊണ്ടുവന്നു അടിയന്തരാവസ്ഥക്കാലത്ത്. ഇന്ദിരാഗാന്ധി അത് കോൺഗ്രസ് തന്നെ അത് പിൻവലിച്ചില്ലേ? എന്താ പിന്നെ പിൻവലിച്ചത്? നിങ്ങൾക്ക് പിൻവലിക്കാതിരുന്നാൽ പോരായിരുന്നോ? നിങ്ങളല്ലേ അത് ചെയ്തത്? RSSൻ്റെ നിരോധനം പിൻവലിച്ചത് കോൺഗ്രസ്സാണ് അല്ലേ? എന്തുകൊണ്ട് നിങ്ങൾ ആ തെറ്റ് ചെയ്തു? അങ്ങനെയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ കോൺഗ്രസ്സുകാരെ വേണം അതിന് കുറ്റപ്പെടുത്താൻ. BJP അല്ലല്ലോ, അന്ന് BJP ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ മണ്ടത്തെ നിങ്ങളാണ് ആ തെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പിൻവലിക്കാനുണ്ടെങ്കിൽ കാരണങ്ങൾ നിങ്ങൾ ബോധ്യപ്പെടുത്തുക, കോടതിയിൽ പറയുക. നിങ്ങൾ എന്ന് പറഞ്ഞാൽ മതിയല്ലോ, ജനാധിപത്യ രാജ്യമല്ലേ? അല്ല, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നിരോധിക്കണമല്ലേ, ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇതിനെ നിരോധിക്കണമെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി തീർച്ചയായിട്ടും കേന്ദ്രത്തിന് നോട്ടീസ് അയക്കും. തീർച്ചയായിട്ടും അയക്കും. എന്താണ് ചെയ്തിട്ടുള്ളത്? നിങ്ങൾക്കപ്പോൾ SDPIയെ നിരോധിക്കേണ്ട, PFനെയും നിരോധിക്കേണ്ടായിരുന്നു, അതുപോലെ തന്നെ സോളിഡാരിറ്റിയെ നിരോധിക്കേണ്ട, മൗദൂദിസം എന്ന് പറയുന്ന ആഗോള ഇസ്ലാമിൻ്റെ രൂപീകരണത്തിന്
ശക്തമായിട്ടുള്ള അജണ്ടയുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന ജമായ് അത്തെ ഇസ്ലാമി, ഇതൊക്കെ അത് ബംഗ്ലാദേശിൽ അട്ടിമറി നടത്തി ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ബുദ്ധമതക്കാരെയും കൊന്ന ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് പുണ്യാളന്മാരാണ്. RSS മാത്രം മര്യാദയ്ക്ക് ദേശഭക്തി ഗാനവും പാടിക്കൊണ്ട് നടക്കുന്ന RSS, അതായത് ദേശഭക്തിയുടെ എല്ലാ ബിംബങ്ങളെയും നിങ്ങൾക്ക് തകർക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ PM ശ്രീയെ എതിർക്കുന്നത്. അതുകൊണ്ടാണ് ഇൻഡോ സെൻട്രിക് ആയിട്ടുള്ളൊരു വിദ്യാഭ്യാസ പദ്ധതിയെ നിങ്ങൾ എതിർക്കുന്നത്. പക്ഷേ മോദിയുടെ തന്ത്രപരമായ കൗശലം കൊണ്ട് നിങ്ങൾക്ക് കർണാടകത്തിൽ നിന്ന് നടപ്പാക്കേണ്ടി വന്നു സുഹൃത്തെ. അതല്ലേ സത്യം, നഗ്നമായ സത്യം.